റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊല്ലത്തെ വോട്ട് ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന പരാതി ജില്ലാ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ ആരോപണത്തെ നിസാരവൽക്കരിക്കുകയാണ് RSP സംസ്ഥാന നേതൃത്വത്തെ വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ല. പരാതി പരിശോധിക്കാൻ നേരത്തെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ആരോപണ വിധേയർക്ക് AIC സംരക്ഷണം ഒരുക്കിയെന്നാണ് ആരോപണം. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. ജയശങ്കർ, CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ആരോപണം. പക്ഷേ അത് വ്യക്തിപരമായ സന്ദർശനമാണ്. ആ CCTV ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ ആരോപണം നടത്തുന്നു എന്നൊക്കെയാണ് ഇന്നലെ ആ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന, അതായത് ഇത്തരത്തിൽ വോട്ട് ചോർത്താൻ നേതൃത്വം നൽകിയെന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ പ്രതികരിച്ചത്. പക്ഷേ കോൺഗ്രസ് അതിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് മാധു, കൊല്ലത്തെ ഈ ഇത്തരത്തിൽ വോട്ടുമറിക്കൽ ആരോപണം അത് പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. RSPക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ വരുന്നു. അതായത് RSPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉൾപ്പെടെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടും കൃത്യമായൊരു നടപടി എടുത്തില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഈ വിഷയം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം RSPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി. നേതൃത്വത്തെ ഈ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം, ബ്ലോക്ക് നേതൃത്വം ഈ വിവരം RSP നേതൃത്വത്തെ അറിയിച്ചിട്ടും കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല. ഈ പരാതി പരിശോധിക്കാൻ ചേർന്ന എക്സിക്യൂട്ടീവിൽ ഈ ആരോപണ വിധേയന് സംരക്ഷണം ഒരുക്കി. ഈ ആക്ടിംഗ് സെക്രട്ടറിയുടെ ചുമതലയുള്ള AIC ആണ് ഇത്തരത്തിൽ ഒരു കൃത്യമായൊരു നടപടിയെടുക്കാതെ ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കിയതെന്നാണ് ആക്ഷേപം. ഒപ്പം തന്നെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ഷിബു ബേബി ജോൺ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം RSPയുടെ സംസ്ഥാന നേതൃയോഗമൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. ആ യോഗത്തിലും ഈ വിഷയം ചർച്ചയായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുവരെ ഈ ഷിബു ബേബി ജോൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ RSPയിലെ ഒരു വിഭാഗം കൂട്ടുനിന്നു. CPMവുമായി വോട്ട് കച്ചവടം നടത്തിയെന്ന ഗുരുതരമായ ആക്ഷേപം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിനുണ്ട്. വിഷയം UDFനെ ഇതിനോടകം തന്നെ ജില്ലാ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അതൃപ്തി കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഈ വിഷയത്തിലുണ്ട്. കൃത്യമായി RSPയിലെ ഒരു വിഭാഗം ബിന്ദു കൃഷ്ണയ്ക്ക് കിട്ടേണ്ട വോട്ട് ഇടതുപക്ഷത്തേക്ക് മറിക്കാൻ ശ്രമിച്ചു. ഇത് കൃത്യമായി RSP അറിയിച്ചിട്ടും അവിടെ ഇതിനെ ഗൗരവകരമായി എടുത്തില്ല. ഇതിനോട് തണുത്ത പ്രതികരണം നടത്തി. അങ്ങനെ വലിയ ആക്ഷേപമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിലുള്ളത്. പക്ഷെ പരസ്യ പ്രതികരണത്തിന്, കൂടുതൽ പരസ്യ പ്രതികരണത്തിന് പ്രൊഡ്യൂസർ ജയശങ്കർ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നിൽക്കുന്നതാണല്ലേ? ജയശങ്കറിനെ കാണിക്കൂ. ജയശങ്കർ, എന്താണ് പുതിയ സെറ്റപ്പ് ഒക്കെ ആണല്ലോ? ചൂട് കൂടിയോണ്ടാണോ അതോ ഒരു ജാടക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചാണോ? അതായത് മാധു, കടുത്ത ചൂടാണ്. മുകളിലേക്ക് നോക്കിയാൽ സൂര്യന്റെ പ്രകാശം നേരെ അടിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു രക്ഷയുമില്ല. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കണ്ണിന് കുറച്ച് പ്രൊട്ടക്ഷൻ നൽകാമെന്ന് വിചാരിച്ചു. അത്രമാത്രം ചൂടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് മാധു. ആകെ മൊത്തത്തിൽ പുറത്തിറങ്ങിയാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രിയാണെങ്കിൽ കരണ്ടുമില്ല. ഇന്നലെയൊക്കെ 1 മണി 1:30 സമയത്താണ് കിടന്നുറങ്ങിയത്. അപ്പോഴാണ് ഏകദേശം കരണ്ടൊക്കെ ഒന്ന് കുളിച്ച് കിടക്കാനായത്. ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങി വന്നപ്പോൾ വെള്ളമില്ല. അങ്ങനെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ചർച്ചയാവുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. മാത്രമല്ല, ഈ കറണ്ട് കട്ടുമായി ബന്ധപ്പെട്ട് KSEBയിലേക്ക് വിളിക്കുന്ന സമയത്ത് ആളുകളുടെ പ്രതികരണം അടക്കം ഇപ്പോൾ വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെടുന്നുമുണ്ട്. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ ഈ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ജയശങ്കറിന്റെ ആ പോസ്റ്റ് വരികയും അതിന് താഴെ ആളുകൾ സമാനമായ ചില ആശങ്കകളും ചില കാര്യങ്ങളും ചില അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൊല്ലം പ്രത്യേകിച്ചും, ജയശങ്കർ കൊല്ലത്താണല്ലോ. കൊല്ലം കേരളത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടുതലുള്ള മേഖല കൂടിയാണ്. ശരി ജയശങ്കർ, ഓക്കെ.